സിനിമ ഫാൻസ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമ വാർത്തകളുണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ ജിത്തു ജോസഫ് പടമായ വലതുവശത്തെ കള്ളനെ പറ്റിയാണ്. സിനിമ അടുത്ത വർഷം 2026 ജാനുവരി 30 റിലീസ് ചെയ്യുന്നതായിരിക്കും. അടുത്ത അപ്ഡേറ്റ് ഇമ്മോർട്ടൽ എന്ന സിനിമയെ പറ്റിയാണ്. സിനിമയിൽ അഭിനയിക്കുന്നത് നമ്മുടെ കയാഡു ലോഹറും GV പ്രകാശ് കുമാറാണ്. സിനിമയുടെ ടീസർ ഈ വരുന്ന ഡിസംബർ 24 റിലീസ് ചെയ്യുന്നതായിരിക്കും. ഒരുപാട് കട്ടുകൾക്ക് ശേഷം നമ്മുടെ ഹാൽ എന്ന സിനിമ ഈ വരുന്ന 25 റിലീസ് ചെയ്യുകയാണല്ലോ. സിനിമയുടെ ട്രെയിലർ ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യും. ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ടൊവിനോ ചിത്രമാണല്ലോ പള്ളിച്ചട്ടമ്പി. നമ്മുടെ ഡിജോ ജോസാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. സിനിമയിൽ നമ്മുടെ പൃഥ്വിരാജ് ചെറിയൊരു ക്യാമിയോ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യലായിട്ട് ഇട്ട ഒരു പോസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഫോട്ടോ. അപ്പോൾ ഇത് അദ്ദേഹം ചെയ്യുന്നത് നമ്മുടെ പള്ളിച്ചട്ടമ്പിയിൽ ക്യാമിയോയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് പള്ളിച്ചട്ടമ്പിയിലെ കൂടുതൽ അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചിരഞ്ജീവിയുടെ അടുത്ത സിനിമ അങ്ങനെ അദ്ദേഹം അനൗൺസ് ചെയ്തിട്ടുണ്ട്. മെഗാ 158 എന്നാണ് താൽക്കാലിക പേരിട്ടിരിക്കുന്നത്. നമ്മുടെ സിനിമയിലേക്ക് നമ്മുടെ മോഹൻലാലും ചെറിയൊരു ക്യാമിയോ ചെയ്യുന്നുണ്ട് എന്ന് റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. ഒഫീഷ്യൽ വാർത്തയാണ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ചെറിയ റൂമേഴ്സ് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഈ വരുന്ന 25 നമ്മുടെ സർവമായ റിലീസ് ചെയ്യുകയാണ്. അതേ പ്രമാണിച്ച് നടക്കുന്ന ഇൻ്റർവ്യൂവിൽ നമ്മുടെ നിവിൻ പോളി അങ്ങനെ കൺഫേം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആക്ഷൻ ഹീറോ ബിജു 2 എന്ന സിനിമയുടെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് സ്ക്രിപ്റ്റ് വർക്കൊക്കെ അപ്പോൾ ഓൾറെഡി അവർ ഒഫീഷ്യലായിട്ട് അനൗൺസ്മെൻറ്റ് ചെയ്താണ്. ഇപ്പോൾ സ്ക്രിപ്റ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തായിട്ട് ചെറിയൊരു അപ്ഡേറ്റാണ് നമ്മുടെ ജനനായകൻ സിനിമയിലെ നോർത്ത് തിയേറ്റർ റൈറ്റ്സ് നമ്മുടെ സ്റ്റുഡിയോസാണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമയുടെ ഈ കാണുന്ന പോസ്റ്റർ ഇപ്പോൾ അവർ വിട്ടിട്ടാണ് ഇത് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ജനനായകന് വേണ്ടി വെയിറ്റ്. ഏതാണ്ട് 70 കോടി ബഡ്ജറ്റ് വരുന്ന സിനിമയാണ് വൃഷഭ. സിനിമ ഇത്രയും വലിയ ബഡ്ജറ്റ് വരുന്ന സിനിമയെ പോലും യാതൊരു ഹൈപ്പുമില്ല, പ്രൊമോഷൻസ് ആണ് അവർ വേണ്ട വിധത്തിൽ കൊടുക്കുന്നില്ല. അങ്ങനെ സിനിമയുടെ ബുക്കിംഗ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മോഹൻലാലിൻ്റെ ഒരു ഹൈപ്പ് കുറഞ്ഞൊരു സിനിമയായിട്ട് മാറുകയാണ് നമ്മുടെ വൃഷഭയുടെ ഒപ്പം റിലീസ് ചെയ്യുന്ന സിനിമയാണല്ലോ സർവമായ. അപ്പോൾ സിനിമയുടെ ബുക്കിങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതാണ് എല്ലാവരും പോയി ബുക്ക് ചെയ്യുക. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ സിനിമ വാർത്തകൾ. അപ്പോൾ ഇതുപോലത്തെ സിനിമ വാർത്തകളും OTT വാർത്തകളും റിവ്യൂസൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.